വളരെ പ്രാർത്ഥനയോടെ, വളരെ ദൈവകൃപയോടെ ഇന്ന് രാത്രി ദൈവസ്ഥനായിരിക്കാം. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നമ്മുടെ കർത്താവ് വന്നിട്ട്, കാരണം കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ ആയവരുടെ നടുവിൽ, ഇതാരുടെ വാക്കാ? ഇതാരുടെ വാക്കാ? ഇത് യേശുവിൻ്റെ വാക്കാ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതും അതുതന്നെയാണ്, യേശുവിൻ്റെ വാക്ക്. ഇന്നു രാത്രി യേശുവിൻ്റെ വാക്ക് എവിടെയൊക്കെയോ ഇറങ്ങിച്ചെല്ലാൻ പോകുകയാണ്. യേശുവിൻ്റെ വാക്ക് ഏതൊക്കെയോ ജീവിതങ്ങളിൽ കയറാൻ പോകുകയാണ്. യേശുവിൻ്റെ വാക്ക് ഏതൊക്കെയോ ഭവനങ്ങളിൽ കയറാൻ പോകുകയാണ്. യേശുവിൻ്റെ വാക്ക് ഏതൊക്കെയോ തലമുറകളെ ഇന്നു രാത്രി തൊടാൻ പോകുകയാണ്. യേശുവിൻ്റെ വാക്ക് എവിടെയൊക്കെയോ ഇന്നു രാത്രി പ്രവർത്തിക്കാൻ പോകുകയാണ്. ഞാൻ ആത്മമണ്ഡലത്തിൽ ഏലിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഒരു വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്. എന്നാൽ ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ യേശുവിൻ്റെ വാക്ക്, ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ യേശുവിൻ്റെ ശബ്ദം. അതിന്ന് രാത്രി വിടുതലിന് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ നിയമ വിശ്വാസിക്ക് വലിയ മഴയുടെ മുഴക്കത്തെക്കാൾ വലുത് യേശുവിൻ്റെ ശബ്ദമാണ്, യേശുവിൻ്റെ വാക്കാണ്. അതിന്ന് രാത്രി ഇതിനകത്ത് മുഴങ്ങാൻ പോവുകയാണ്. അത് ചില ജീവിതങ്ങളിൽ ഇന്ന് രാത്രി മുഴങ്ങാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ആമേൻ, സ്തോത്രം. യേശുവിൻ്റെ വാക്ക് ഈ രാത്രി ഇതിനകത്ത് മുഴങ്ങാൻ പോകുകയാണ്. വായിക്കാം, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണേ, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ആയിരിക്കുന്ന ശിമോൻ പറയുന്നു, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. സ്തോത്രം. എനിക്കിതിൽ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്കിതിൽ കഴിവുണ്ട്, എനിക്കിതിന് അനുഭവ സമ്പത്തുണ്ട്, എല്ലാം ഉള്ളവനാണെങ്കിലും ശിമോൻ ഒരു രാത്രി മുഴുവൻ ആ തടാകത്തിൽ, ഗെന്നസരത്ത് എന്ന് പറയുന്ന തടാകത്തിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. സ്തോത്രം. ആമേൻ. അന്നേ ദിവസം ഉള്ള സകല അധ്വാനങ്ങളും നിർത്തിയിട്ട്, ആമേൻ, അന്നത്തെ ദിവസം തൻ്റെ ലൈഫിൽ ഒരു വല്ലാത്ത ഒരു പരാജയമായി ഈ മനുഷ്യൻ നിൽക്കുകയാണ്. സ്തോത്രം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒത്തിരി വിയർപ്പൊഴുക്കിയിട്ടും തൻ്റെ കഴിവുകൾ മുഴുവൻ അവിടെ ഉപയോഗിച്ചിട്ടും, സ്തോത്രം, അതെല്ലാം വൃഥാവായി പോയ ഒരനുഭവത്തിലാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. എന്നാൽ ഈ ശിമോൻ്റെ പടകിലോട്ട കർത്താവായ യേശു വന്നത്. എന്നാൽ ഈ പടകിൽ യേശു വന്നപ്പോൾ മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക് വലയിറക്കാൻ കർത്താവ് പറയുമ്പോൾ, സ്തോത്രം, ഈ ശിമോൻ പറഞ്ഞ ഒരു വാക്കാണ്, ഒരു സെൻറ്റൻസ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാ നമ്മളവിടെ കാണുന്നേ. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. സ്തോത്രം, സ്തോത്രം. അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ? എന്തേലും ചെറുതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു ചെറിയൊരു സമാധാനമുണ്ടായിരുന്നു. വെറുതെ അധ്വാനിച്ചതുപോലെ ഒരു രാത്രി
രാത്രിയിലെ ഉറക്കം മെനക്കെട്ടതുപോലെ, സ്തോത്രം, വെറുതെ ആയി അധ്വാനം എന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പം ഈ മനുഷ്യൻ ശിമോനോട് പറയുന്നു, നാഥ, നിന്റെ വാക്കിന് വല ഇറക്കാം. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഒന്നും കിട്ടിയില്ല. അധ്വാനിച്ചിട്ടും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. സ്തോത്രം. ആ കൗണ്ട് നോക്കിയാൽ സീറോയാ. കഴിഞ്ഞ രാത്രി പിടിച്ച മീനിൻ്റെ കൗണ്ട് നോക്കിയാൽ സീറോയാ. സ്തോത്രം. ഇന്ന് രാത്രി ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകൾ സീറോയായി നിൽക്കുമ്പം, ഇന്ന് രാത്രി ആ സീറോയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ശിമോൻ വിളിച്ചു പറയുന്നു, എങ്കിലും അധ്വാനം വെറുതെയായി, ഒരു രാത്രി പാഴായി, അല്ലേ, ഒന്നും കിട്ടിയില്ല. എങ്കിലും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ചങ്ക് തകർക്കുന്ന പലതും കഴിഞ്ഞ രാത്രി സംഭവിച്ചു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സഹിക്കാൻ കഴിയാത്തൊരു രാത്രിയായിരുന്നു കഴിഞ്ഞ രാത്രി. പക്ഷേ എങ്കിലും ഹല്ലേലൂയ, എൻ്റെ ലൈഫിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വല്ലാത്ത ശൂന്യത, ഒരു വല്ലാത്ത പ്രതിസന്ധി, ഒരു വല്ലാത്ത ഞെരുക്കം, ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു കഴിഞ്ഞ രാത്രി. എങ്കിലും ആമേൻ, പലതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ട്. ആ രാത്രിയെക്കുറിച്ച്, ആ സമയത്തെക്കുറിച്ച്, ആ അധ്വാനത്തെക്കുറിച്ച്, ആ ദിവസത്തെക്കുറിച്ച്, ആ മണിക്കൂറുകളെക്കുറിച്ച്. എങ്കിലും ഇന്ന് ഞാൻ നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് ആരെയോ നോക്കി പറയുന്നു, സ്തോത്രം, ഈ ശീമോനെ പോലെ ലൈഫിൽ വല്ലാത്ത ശൂന്യതയിലൂടെ പോകുന്ന നിനക്ക് വേണ്ടി ഇന്നു രാത്രി യേശുവിൻ്റെ വാക്ക് ഈ രാത്രി പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുക, ഈ വചനം ഇന്ന് രാത്രി കേൾക്കുക. സ്തോത്രം. ആഴത്തിലേക്ക്, മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക്, ഇതാണ് യേശുവിൻ്റെ വാക്ക്. യേശുവിൻ്റെ വാക്ക് അവിടെ മുഴങ്ങിയെങ്കിലും വല നിറഞ്ഞോ? ഇല്ല. പടക് നിറഞ്ഞോ? ഇല്ല. വലയും പടകും നിറയണമെങ്കിൽ നീ അത് കേൾക്കണം. നീ അത് കേൾക്കണം, നീ അത് അക്സെപ്റ്റ് ചെയ്യണം, നീ അത് സ്വീകരിക്കണം. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവം പറയുന്നു, ആർക്കൊക്കെയോ വേണ്ടി, ശീമോന് വേണ്ടി മുഴങ്ങിയതുപോലെ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ജീവിതമാകുന്ന പടകിന് വേണ്ടി ഈ രാത്രി യേശുവിന്റെ വാക്ക് ഈ രാത്രി പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിലെ അനുഭവം എന്നെ നോക്കി പറയുന്നു, ഇന്ന് നീ വല ഇറക്കരുത്. സാഹചര്യം എന്നെ നോക്കി പറയുന്നു, ഇന്ന് നീ വല ഇറക്കരുത്. അന്തരീക്ഷം എന്നെ നോക്കി പറയുന്നു, ആമേൻ, സ്തോത്ര, ആമേൻ, 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 വല ഇറക്കരുത്. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ഇന്ന് രാത്രി എന്തിനാ ഞാൻ വല ഇറക്കുന്നതെന്നറിയോ? എനിക്ക് വേണ്ടി യേശുവിന്റെ വാക്ക് പുറപ്പെട്ടിട്ടുണ്ട്.
പ്രതികരിക്കുക. യേശുവിന്റെ വാക്കിനോട് പ്രതികരിക്കുക. യേശുവിന്റെ ശബ്ദത്തോട് ഇത് രാത്രി പ്രതികരിക്കുന്ന എത്ര പേരുണ്ട്? വായടച്ചിരിക്കുന്ന പത്രോസ് അല്ല, വായടക്കിയിരിക്കുന്ന ശിമോൻ അല്ല. ശിമോൻ മറുപടി പറയുന്നു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇന്ന് രാത്രി ശിമോന് വേണ്ടി പുറപ്പെട്ടതുപോലെ യേശുവിന്റെ വാക്ക് ഇതിനകത്തിരിക്കുന്ന ആർക്കൊക്കെ വേണ്ടി ഈ രാത്രി പുറപ്പെടുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രതികരിക്കുന്നവൻ, യേശുവിൻ്റെ വാക്കിനോട് പ്രതികരിക്കുന്നവൻ ഇന്നു രാത്രി അവൻ ലൈഫിൽ ഒരു ഭയങ്കര ചേഞ്ച് ഈ ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഭയങ്കര ചേഞ്ച് ഇന്ന് നാളുകളിൽ വെളിപ്പെട്ട് കാണുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുകയാണ്. ദൈവം ശക്തമായി ഇന്ന് രാത്രി സംസാരിക്കുന്നു. ആർക്കൊക്കെയോ വേണ്ടി അവന്റെ വാക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി അവന്റെ വാക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആമേൻ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യേശുവിന്റെ വാക്ക് ഈ രാത്രി പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഉപവാസത്തിന്റെ ആദ്യ രാത്രി ആമേൻ യേശുവിന്റെ വാക്ക് പുറപ്പെടുന്നു. ഹല്ലേലൂയ. കേൾക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. കേൾക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് ചിലത് പറയുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് ചിലത് വിളിച്ചു പറയുമ്പോൾ, ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തി സ്തോത്രം വിചാരിക്കും പുറകിലിരിക്കുന്ന ആളെ കുറിച്ചാ. പുറകിലിരിക്കുന്നത് സ്വാഭാവികമായി പലയിടത്തും നടക്കുന്ന കാര്യമാണ്. പുറകിലിരിക്കുന്ന ആൾ വിചാരിക്കും ഫ്രണ്ടിലിരിക്കുന്ന ആളെ കുറിച്ചാ, അല്ലേ? ഇങ്ങനെ പരസ്പരം വിചാരിച്ച് രണ്ടുപേരും അത് പിടിക്കാതെ മാറി നിൽക്കുമ്പം ആമേൻ നോക്കണേ, പത്രോസ് മാത്രമല്ല അവിടെ ഉള്ളത്. പത്രോസ് ഉണ്ട്, തൻ്റെ സഹോദരൻ അന്ത്രയോസ് ഉണ്ട്, ആമേൻ സ്തോത്രം, ആമേൻ സബദി മക്കളാകുന്ന യാക്കോബും യോഹന്നാനും ഉണ്ട്. എന്നാൽ യോഹന്നാന് മനസ്സിലായി ഇത് അവരെ കുറിച്ചല്ല, ഇത് എന്നോടാ സംസാരിക്കുന്നത്. ഇതിനോട് ഞാൻ പ്രതികരിച്ചാൽ, ഇതിന് ഞാൻ പിടിച്ചാൽ, ഇത് എന്റെ പിറകിൽ ഒരു വലിയ മാറ്റം ഇന്ന് കൊണ്ടുവരും. ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്ന ദൂത് ഞാൻ ശക്തിയോടെ ഇതിനകത്ത് വിളിച്ചു പറയുന്നു. യേശുവിന്റെ വാക്ക് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പുറപ്പെട്ടു കഴിഞ്ഞു. ഇത് പിടിക്കാൻ ഇതിനകത്ത് ആരെങ്കിലുമുണ്ട്? ഈ ദൂത് പിടിക്കാൻ, ഈ ദൂത് ഏറ്റെടുക്കാൻ ഈ രാത്രി നീ തയ്യാറാണെങ്കിൽ അത് നിന്റെ ഭവനത്തിൽ, അത് നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി എന്നെ കേൾക്കുന്ന ശിമോനെ, നീ ചിന്തിക്കല്ലേ ഇത് എനിക്കുള്ള ദൂതല്ല, ഇത് അന്ത്രയോസിനുള്ളതാ. നീ ചിന്തിക്കല്ലേ ഇത് യാക്കോബിനുള്ളതാ. നീ ചിന്തിക്കല്ലേ ഇത് യോഹന്നാനുള്ളതാ. എത്ര പേർക്ക് ഇത് രാത്രി പറയാൻ കഴിയും ഇത് എനിക്കുള്ളതാ, ഇത് എനിക്കുള്ളതാ, ഞാൻ അതിനോട് പ്രതികരിക്കാൻ പോവാ. ആരൊക്കെ മിണ്ടാതിരുന്നാലും ഞാൻ പ്രതികരിക്കാൻ പോവാ. മാതാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അന്ത്രയോസ് വലയിറക്കുമോ ഇല്ലയോ? യാക്കോബും യോഹന്നാനും എന്തേലും ചെയ്യുമോ ഇല്ലയോ? അതെനിക്ക് വിഷയമല്ല. പക്ഷെ ഞാൻ ആ വാക്കിനെ പ്രതികരിക്കും, ആ ദൂതിനോട് ഞാൻ പ്രതികരിക്കും, ആ ശബ്ദത്തോട് ഞാൻ പ്രതികരിക്കും. ഇന്ന് രാത്രി അങ്ങനെയാണെങ്കിൽ നിന്റെ പടകിലാണ് ഈ രാത്രി ചില മത്സ്യങ്ങൾ കയറാൻ പോകുന്നേ. ഘടകം ഏറ്റെടുക്കാമോ ഇന്ന് രാത്രി? ഏറ്റെടുക്കാമോ ഇന്ന് രാത്രി? എനിക്കറിയില്ല, കർത്താവ് ശക്തമായി പറയുന്നു, ഇത് പിടിക്കാൻ എത്ര പേരുണ്ട്? ഇത് പിടിക്കാൻ എത്ര പേരുണ്ട്?
ഇത് പിടിക്കാൻ എത്ര പേരുണ്ട്? ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഈ വാക്ക്. ആമേ. എനിക്ക് വേണ്ടി ഏതോ ഒരു വാക്ക് ഇന്ന് രാത്രി പുറപ്പെടുന്നു. എനിക്ക് വേണ്ടി ഏതോ ഒരു വാക്ക് പുറപ്പെടുന്നു. എന്റെ സാഹചര്യത്തിനനുസൃതമായി എന്റെ അവസ്ഥയെ മാറ്റാൻ ഇന്ന് രാത്രി യേശുവിൽ നിന്ന് ഏതോ ഒരു വാക്ക് പുറപ്പെടുന്നു. എന്റെ അടുത്തും പുറകിലും ഇരിക്കുന്ന ആളിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് രാത്രി ഞാൻ പിടിക്കുന്നു. പ്രതികരിക്ക്. ഇന്ന് രാത്രി അസാധാരണമായ രീതിയിൽ ഇതൊരു പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇന്ന് രാത്രി ഇരിക്കല്. എന്തോ ചില വിടുതലുകൾ ദൈവാത്മാവ് ഇന്ന് രാത്രി ചെയ്യുന്നു. ഏതൊക്കെയോ മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ ചരിത്രം, ഒരു പുതിയ ചരിത്രം, ഒരു പുതിയ ചരിത്രം നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ദൈവം ആരംഭിക്കുന്നു. ഹലോ, രാത്രി പിടിക്കാമോ? ഒരു സ്വത്രം പറഞ്ഞേ, സ്വത്രം പറഞ്ഞേ. ചില ചർച്ചകളിലൊക്കെ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ ഈ ദൂത് ശക്തമാകുമ്പം ചിലരൊക്കെ ചാടി എഴുന്നേൽക്കും, ചിലരൊക്കെ മുമ്പിൽ വന്ന് ഇങ്ങനെ അങ്ങ് നിൽക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആമൻ. ചിലരൊക്കെ കയ്യും കെട്ടി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, വേറെ ചിലരിങ്ങനെ ചാടി പിടിക്കാൻ ഒരു 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 എന്താ പറയുക, ഒരു നായ്ക്കുട്ടിയെ പോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നായ്ക്കുട്ടി ചാടി പിടിക്കുന്നത് പോലെ ആ ഒരു ലാഘവത്തോട് ഇന്ന് രാത്രി ഇത് എനിക്കുള്ളതാണ്, ഇത് എനിക്ക് വേണമെന്ന് ഇന്ന് രാത്രി ചാടി പിടിക്കുന്ന ശീമോനാണ് നീ എങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ഇന്ന് രാത്രി ശക്തിയോടെ. യേശു പറഞ്ഞ വാക്ക് ഞാൻ ഏറ്റെടുക്കുക, അതിനോട് ഞാൻ പ്രതികരിക്കുക. വേറൊരുത്തനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് രാത്രി ദൈവിക വാക്തത്വത്തിൻ്റെ മുമ്പിൽ അതിനെ പിടിച്ചെടുക്കുന്ന, ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ അതിനെ പിടിച്ചെടുക്കുന്ന, ദൈവിക ആലോചനയുടെ മുമ്പിൽ അതിനെ പിടിച്ചെടുക്കുന്ന, കർത്താവിൻ്റെ വാക്കിന്ന് രാത്രി കേൾക്കുമ്പം, കർത്താവിൻ്റെ വാക്കിന്ന് രാത്രി പുറപ്പെടുമ്പം, ആമേൻ. എനിക്കറിയില്ല, നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി പുറപ്പെടുമ്പം ഇത് എനിക്കുള്ളതാന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കുന്നു, പിടിച്ചെടുക്കുന്നു, പിടിച്ചെടുക്കുന്നു. ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു, പിടിച്ചെടുക്ക്. ചിലതൊക്കെ പിടിച്ചെടുക്കുക, ചിലതൊക്കെ പിടിച്ചെടുക്കുക, വിട്ടുകൊടുക്കുകയല്ല, പിടിച്ചെടുക്കുക. ഇതെനിക്കുള്ളതാന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്ന രാത്രി. ശ്രദ്ധിക്കണേ, യേശുവിൻ്റെ വാക്ക് ശിമോന് വേണ്ടി പുറപ്പെട്ടു. ശിമോൻ അതിനെ പിടിച്ചെടുത്തു. ശിമോൻ അതിനോട് പ്രതികരിച്ചു. മിണ്ടാതിരുന്നില്ല, വായടച്ചു മിണ്ടാതിരുന്നില്ല. മക്കളെ മിണ്ടാതിരിക്കുക. പക്ഷെ ശിമോൻ മിണ്ടാതിരുന്നില്ല. ശിമോൻ എന്ത് ചെയ്തില്ല? ഇവിടെ പിള്ളേർ മിണ്ടാതിരിക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക. ശിമോൻ എന്ത് ചെയ്തില്ല? നിങ്ങൾ എന്ത് ചെയ്തില്ല? മിണ്ടാതിരുന്നില്ല. ശിമോൻ പ്രതികരിച്ചു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ശിമോൻ പ്രതികരിച്ചു. നാഥാ, നിന്റെ വാക്കിന് എങ്കിലും എന്ന് പറയാൻ പലതുമുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ നോക്കുന്നില്ല. അതൊന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷെ നിന്റെ വാക്കിന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാനത് തിരിച്ചറിയുന്നു. ഈ വാക്ക് എനിക്ക് വേണ്ടിയാ, ഈ ശബ്ദം എനിക്ക് വേണ്ടിയാ, ഈ ദൈവാലോചന എനിക്ക് വേണ്ടിയാ, ഇന്ന് യേശു സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയാ. അത് ഞാൻ റിസീവ് ചെയ്യുന്നു, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാ?
ഞാനിന്ന് രാത്രി ഇങ്ങനെ പറയാം, ഈ ചരിത്രം ആവർത്തിക്കാൻ അല്ല, ഒരു പുതിയ ചരിത്രം നിന്നിലൂടെ ഉണ്ടാകാൻ. പിടിയോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ആരിലോ ഏതോ പടകിലുണ്ടായത് എൻ്റെ പടകിൽ എന്നല്ല, ഒരു പടകിലും ഉണ്ടാകാത്തവണ്ണം എൻ്റെ പടകിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ വേറെ ആരും പ്രതികരിക്കാത്ത പോലെ, വേറെ ആരും ചെയ്യാത്ത പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാകണം. ഒരു സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവമക്കളെ, യേശുവിൻ്റെ വാക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് രാത്രി നമ്മൾ പിടിച്ചേ. പറഞ്ഞാട്ടെ, ഇന്ന് എൻ്റെ ദിവസമാണ്, ഇന്ന് എൻ്റെ വിടുതൻ്റെ ദിവസമാണ്, ഇന്ന് എൻ്റെ പടകിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുന്ന ദിവസമാണ്, ഇന്ന് എൻ്റെ പടകിൻ്റെ സ്ഥിതി മാറുന്ന ദിവസമാണ്, ഇന്ന് എൻ്റെ ലൈഫിലൊരു പുതിയ ചരിത്രം ആമേൻ ആരംഭിക്കുന്ന ദിവസമാണ്. It's a new beginning in the name of Jesus.